മെട്രോയ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് മരിച്ചവരെ സ്വപ്നം കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മളത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് മരിച്ചവർ ആത്മാക്കളൊന്നും ഇവിടെ വരുന്നില്ല, ബൈബിൾ പ്രകാരം അത് പ്രൂവ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ അതുമായിട്ട് ചേർന്ന് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് മരിച്ചവർ നമ്മുടെ സ്വപ്നത്തിൽ വരുന്നതെന്നുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ കണ്ടിന്യൂഷനാണ്. നിങ്ങളത് കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് സമയം 15 മിനിറ്റൊക്കെ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളത് കണ്ടിട്ട് ഇത് കാണുക, പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുന്നു. നമ്മുടെ തലച്ചോറിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മുടെ കൂടെ ജീവിച്ച ഒരാളുടെ ശബ്ദം, രൂപം, ഗന്ധം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അവരുടെ നേച്ചർ, അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാക്കിയ ആഘാതം, അവരെ കാണണമെന്നുള്ള ആഗ്രഹം തീവ്രമാവുമ്പോൾ മനസ്സ് ആ രൂപങ്ങളെ സ്വപ്നത്തിൽ കൊണ്ടുവരുന്നു. ഇതൊരു സാധാരണ പ്രക്രിയയാണ്. മരിച്ചുപോയ അമ്മയോ അപ്പനോ സ്നേഹിതരോ ഇവരൊക്കെ വന്ന് സ്വപ്നത്തിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ തലോടുന്നതായിട്ടോ ഒക്കെ കാണും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് വരുന്നത്. പലപ്പോഴും മരിച്ചവർ സ്വപ്നത്തിൽ വരുന്നത് ചിലപ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ അവർ മരിക്കുന്നതിന് മുമ്പ് അവരോട് പറയാനോ ചെയ്യാനോ കഴിയാതെ പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ പരിചരിച്ചിട്ടുണ്ടാവത്തില്ല എന്ന കുറ്റബോധം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. എന്നുവെച്ചാൽ ഒരു അൺഫിനിഷ്ഡ് ടാസ്ക്, നമുക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം ഇത് നമ്മൾ മനസ്സിലുണ്ടാവും. അതിങ്ങനെ ഈ മനസ്സിലത് ഭാരമായി നിൽക്കുമ്പോൾ സ്വപ്നത്തിൽ ആ വ്യക്തി വന്ന് നമ്മെ കുറ്റപ്പെടുത്തുന്നതായി നമുക്ക് അനുഭവപ്പെടാം. നിങ്ങളുടെ ഉള്ളിലുള്ള കുറ്റബോധം സ്വപ്നമായി മാറുകയാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇത്തരം ഭാരങ്ങളിൽ നിന്ന് വിമുക്തരാകുന്നു. കാരണം ക്രിസ്തുവിൽ നമുക്ക് പാപമോചനവും സമാധാനവും ഉണ്ട്. നേരത്തെ പറഞ്ഞ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്, മരിച്ചുപോയ വിശ്വാസി പോലും സ്വപ്നത്തിൽ വരുന്നു. 2 കൊരിന്ത്യർ 11:4 11:14 സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. മരിച്ചുപോയവരുടെ രൂപത്തിൽ ദുഷ്ടാത്മാക്കൾ പ്രത്യക്ഷപ്പെടുന്നു. ഇത് തിരിച്ചറിയാനൊരു വഴിയുണ്ട്. സ്വപ്നം കാണുമ്പോൾ സമാധാനമാണോ അതോ ഭയമാണോ ഉണ്ടാകുന്നതെന്ന് വിശകലനം ചെയ്യുക. ഈ മരിച്ച വ്യക്തി വന്ന് നിങ്ങളോട് മന്ത്രവാദം ചെയ്യാനോ ആർക്കെങ്കിലും എതിരെ പ്രവർത്തിക്കാനോ അവർക്ക് എതിരായിട്ട് ബലി അർപ്പിക്കാനോ ആവശ്യപ്പെടുമ്പോൾ ആണെങ്കിൽ അത് ഉറപ്പാണ് ശത്രുവിൻ്റെ വഞ്ചനയാണ്. നിങ്ങൾ എത്ര സ്നേഹമുള്ളവരാണെങ്കിലും നിങ്ങളെ ഭയപ്പെടുത്തി വിശ്വാസത്തിൽ നിന്ന് അകറ്റാനാണ് വരുന്നത്. ഇത് ദൈവവചനത്തിന് വിരോധമാണ്. ഈ അവസ്ഥ നമ്മൾ മറികടക്കണം. പ്രിയമക്കളെ, മരിച്ചവർ സ്വപ്നത്തിൽ വരുമ്പോൾ പലർക്കും തോന്നുന്ന അടുത്ത ആഗ്രഹം അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരോട് വിവരങ്ങൾ ചോദിച്ചറിയുക എന്നതൊക്കെയാണ്. മരിച്ചുപോയ അപ്പനോടൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞെങ്കിൽ, അമ്മയ്ക്ക് പറയാനുള്ളത് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നാം ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ മരിച്ചവരുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നത് വലിയ ആത്മീയ അപകടങ്ങളിലേക്ക് വാതിൽ തുറക്കുന്നതാണ്. അങ്ങനൊരു കാര്യം സംഭവിക്കത്തില്ല. എന്നാൽ അങ്ങനെ നമുക്കൊരു ആഗ്രഹം വരികയാണെങ്കിൽ അത് ആത്മീയ അപകടത്തിലേക്ക് നമ്മളെ നടത്തുന്നതാണ്. ആവർത്തനം 18 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലെ തൻ്റെ മകനെയോ മകളെയോ അഗ്നിപ്രവേശം ചെയ്യിക്കുന്നവർ പ്രശ്നക്കാരൻ, മുഹൂർത്തക്കാരൻ, ആഭിചാരൻ, ക്ഷുദ്രക്കാരൻ, മന്ത്രവാദി, വെളിച്ചപ്പാടൻ, ലക്ഷണം പറയുന്നവർ, അഞ്ജനക്കാരൻ, ഇങ്ങനെയുള്ളവരുടെ നിങ്ങളുടെ ഇടയിൽ കാണരുത്. യഹോവയ്ക്ക് അറപ്പാകുന്നു. അവയെല്ലാം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണം. ദൈവത്തിൻ്റെ അധികാരത്തിന്മേൽ വേറൊരു ശക്തിയെ തേടിപ്പോകുന്നത് തുല്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മുമ്പിൽ പോകുന്നത്. അതുകൊണ്ട് അവിശ്വാസത്തിലേക്കും ദുഷ്ടാരൂപികളുടെ കെണിയിലേക്കും നമ്മളെ നയിക്കും. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകും. ശൗലിൻ്റെ ജീവിതത്തിലൊരു ഉദാഹരണം 1 ശമൂവേൽ 28:8 തൊട്ടുള്ള വാക്യങ്ങളെ, ശൗൽ വേഷം മാറി വസ്ത്രം ധരിച്ച് 2 ആളെയും കൂട്ടി രാത്രി ഒരു വെളിച്ചപ്പാടത്തിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ അരികിലേക്ക് പോയതായിട്ട് കാണും. എൻദോരിലെ വെളിച്ചപ്പാടത്തിയുടെ അടുക്കൽ മരിച്ചുപോയ ശമൂവേൽ പ്രവാചകനെ വിളിച്ചു വരുത്താനായിട്ട് അവിടെ പ്രത്യക്ഷ രൂപം ശൗലിനോട് സംസാരിച്ചു. അവന് സമാധാനം കിട്ടിയില്ല. പകരം തൻ്റെ പുത്രന്മാരുടെയും മരണം ആ രൂപം പ്രവചിച്ചു. പിറ്റേന്ന് തന്നെ ശൗല് കൊല്ലപ്പെട്ടായിട്ട് കാണാം. ശൗല് മരിക്കാനുള്ള കാരണം എന്താണ്?
1 ദിനവൃത്താന്തം 10:13 പറയുന്നുണ്ട്, ഇങ്ങനെ ശൗൽ യഹോവയോട് ചെയ്ത അതിക്രമ ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായാലും വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു. കാരണം വെളിച്ചപ്പാടത്തിയോട് അരുളപ്പാട് ചോദിക്കാൻ പോയി. ഇത് നമുക്ക് തരുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. സ്വപ്നത്തിൽ മരിച്ചവർ വന്ന് സംസാരിക്കുമ്പോൾ ദൈവത്തിൽ നിന്നാണോ എന്ന് തിരിച്ചറിയാനായിട്ട് ലളിതമായ ഒരു വഴിയുണ്ട്. ദൈവം ഒരിക്കലും ബൈബിളിന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യാൻ നമ്മളോട് ഒരിക്കലും ആവശ്യപ്പെടുകയില്ല. മരിച്ചുപോയ വ്യക്തി സ്വപ്നത്തിൽ വന്ന് എനിക്ക് മോക്ഷം കിട്ടാൻ ഇന്ന് ഈ പൂജകൾ ചെയ്യണം, അല്ലെങ്കിൽ ഫലം കിട്ടാൻ വഴിപാടുകൾ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊരിക്കലും ആ വ്യക്തിയല്ല. കാരണം മരിച്ചവർക്ക് അവരുടെ അവസ്ഥ മാറ്റാൻ ഭൂമിയിൽ ഉള്ളവർക്ക് കഴിയില്ല. നേരത്തെ ഞാൻ സംസാരിച്ചാണ്, അതായത് ലീഗലായിട്ട് അവർക്ക് ഇവിടെ വരാൻ യാതൊരു റൈറ്റും ഇല്ല. കാരണം അവർക്കൊരു ബോഡി ഇല്ലാതെ ഈ ടൈം റിലത്തിൽ അവർക്ക് വരാനായിട്ട് പറ്റില്ല. ധനവാന്റെയും ലാസറിൻ്റെയും സംഭവത്തിൽ മരിച്ചവർ തങ്ങളുടെ അവസ്ഥയിൽ തുടരുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. പുറത്തു നിന്നുള്ള ഒരു അറിവും മരിച്ചവർ വഴി നമുക്ക് ലഭിക്കുകയില്ല എന്ന് നാം തിരിച്ചറിയണം. അതിനാൽ ഇങ്ങനെ സ്വപ്നങ്ങൾ കണ്ടാൽ അത് ദൈവത്തിൽ നിന്നല്ല. അതിനാൽ പൈശാചി ശക്തിയെ യേശുവിൻ്റെ നാമത്തിൽ ഭത്സിച്ച് പുറത്താക്കുക. പ്രാർത്ഥിക്കുക. ഏത് സ്വപ്നം കണ്ടാലും നമ്മൾ പ്രാർത്ഥിക്കണം. അസ്വസ്ഥനാകുന്ന സ്വപ്നം ദൈവത്തിൽ നിന്നല്ല എന്ന് മനസ്സിലാക്കുക. ശത്രു നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് ചെയ്ത നന്മകളെ ഓർത്ത് സ്തുതിക്കുക. അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത്. ജീവിച്ചിരിക്കുന്ന പാവപ്പെട്ടവർക്കോ കഷ്ടപ്പെടുന്നവർക്കോ വേണ്ടി എന്തെങ്കിലും ചെയ്യുക. മരിച്ചവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ചില സഭകളൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മരിച്ചവരുടെ കാരണം അതൊക്കെ എന്തോ ബേസിസിലാണെന്ന് എനിക്ക് മനസ്സിലാവും. ഇറ്റ് ഈസ് നോട്ട് ബിബ്ലിക്കൽ, അത് ദൈവവചനത്തിലുള്ളതല്ല. എന്നാൽ ശരിക്കും അവരൊന്നും തന്നെ ഒരു രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്കറിയാം, ചില കേസുകളിലൊക്കെ ഈ മരിച്ചവരുടെ ആത്മാക്കളുമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും. അതും ഈ തരണത്തിലൊന്നും പറയണം. ഈ ബോർഡ് വെച്ച് ഓജോ ബോർഡ് നിരത്തി അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ച് മരിച്ചവരുടെ ആത്മാക്കളുമായിട്ട് സംസാരിക്കുക. അത് മരിച്ചവരുടെ ആത്മാക്കളുമായിട്ട് സംസാരിക്കുക, അത് പിശാച് അതിനകത്ത് ഇൻവോൾവ് ചെയ്യുകയാണ്. പിശാച് ശരിക്കും അവിടെ കളിക്കുകയാണ്. കാരണം ഈ പ്രൊഫസിയൊക്കെ പറയാനായിട്ട് പിശാചിന് നല്ല കഴിവുണ്ട്. അവൻ ഭാവിയൊക്കെ നല്ല കറക്റ്റിന് പറഞ്ഞു തരും. കാരണം ഈ ലോകത്തിൽ ദൈവം റിലീസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യം എല്ലാം പിശാചിന് കാണാം. ഞാനത് പറഞ്ഞിട്ടുള്ള ഈ ലോകത്തിലുള്ളതൊക്കെ റിലീസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മാവിൽ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി ഇറ്റ് ഈസ് റിലീസ്ഡ്. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ വരാത്ത കാര്യങ്ങളൊക്കെ പിശാചിന് കാണാം. അവരത് തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക. അതിന് അവനത് പറയും, നിനക്ക് ഇങ്ങനെയാണ് കാര്യം, നിന്നെ നശിപ്പിക്കാനായിട്ടുള്ള പല കാര്യങ്ങൾ പറയും, നിനക്ക് ഇന്നത് വന്നു ചേരുമെന്നൊക്കെ പറയാനായിട്ട് പിശാചിന് കഴിവുണ്ട്. അതുകൊണ്ട് ഇത് ഒരിക്കലും അങ്ങനെയുള്ളൊരു പ്രക്രിയയിലേക്ക് പോകരുത്. ഇങ്ങനെയൊക്കെയുള്ള ദുഷിച്ച സ്വപ്നം, ഞാനിതൊക്കെ ദുഷിച്ച സ്വപ്നം എന്നാണ് പറയുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞതാണ്, മാരീഡായി അധികം നാളല്ല, 1-2 കുട്ടികളൊക്കെ ഉണ്ട്. ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരോട് ഭർത്താവിനോട് നല്ല താല്പര്യമൊക്കെ ആയിരുന്നു. ഇവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് എല്ലാ ദിവസവും വീട്ടിൽ വരാൻ തുടങ്ങി. മരിച്ചുപോയ ഭർത്താവ് വരിക മാത്രമല്ല, കൂടെ രാത്രിയിൽ എന്നും കൂടെ കിടക്കുകയാണ്. ഞാൻ പണ്ട് കിടന്നതുപോലെ തന്നെ കിടക്കുക, ഒരു കുഴപ്പമില്ല. രാവിലെ ഭർത്താവിനെ കാണത്തില്ല, അത്രയേ ഉള്ളൂ. അന്നേരം അവരെന്താ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു. എന്നാൽ അവരുടെ ജീവിതത്തിലെല്ലാം കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് വരാൻ തുടങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് സുക്കുബസ് ഇൻകുബസ് ആണ്, സ്പിരിച്വൽ വൈഫും സ്പിരിച്വൽ ഹസ്ബൻഡും ആണെന്നുള്ളത് മനസ്സിലാവാൻ തുടങ്ങി. പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് ഞാൻ അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അത് കണ്ടിട്ട് അവർക്ക് മനസ്സിലായത്. അവർ ഫോൺ വിളിച്ചു, പ്രാർത്ഥിച്ചു, അതിൽ നിന്ന് ജയമെടുത്തു. ഇപ്പം ഭർത്താവ് വരുന്നില്ല, ഭർത്താവുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതോടെ തീർന്നു. അന്ന് അറിയത്തില്ല, തിരിച്ചറിയാത്തതുകൊണ്ട് പ്രാർത്ഥിച്ച് ജയമെടുക്കാനായിട്ട് പറ്റി. 91 സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഒരുപാട് നമ്മളെ സഹായിക്കും. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. അതുകൊണ്ട് അങ്ങനെ ഒരു കർത്താവിൻ്റെ പ്രസൻസിലിരിക്കുമ്പോൾ ഇതൊന്നും വരത്തില്ല. ശത്രുവിൻ്റെ കെണിയാണ് ഈ വക സ്വപ്നങ്ങൾ ആവർത്തിച്ച് വരുന്നത്. പ്രാർത്ഥിച്ചിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസനുമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുക. മരണവുമായിട്ട് ചേർന്ന്, നമ്മുടെ ഭാവി ജീവിതവുമായിട്ട് ചേർന്ന് 1 തെസ്സലോനിക്കർ 4:13-14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന വാക്യം ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം.
സഹോദരന്മാരെ, നമ്മൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോട് വരുത്തും. അത് മരിച്ചവരെ, കർത്താവിൽ മരിച്ചവരെ കാണുമെന്നുള്ള പ്രത്യാശ അത് നമുക്കുണ്ട്. ഈ ഭാഗത്ത് നിന്ന് വായിക്കുമ്പോൾ നമുക്കറിയാം, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോട് വരുത്തും. അതിനാൽ മരിച്ചവരെ സ്വപ്നം കാണുന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമായി കാണുക. അവ കർത്താവിൻ്റെ സന്നിധിയിൽ സുരക്ഷിതരാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആഴമായ ചിന്തകൾ സ്വപ്നങ്ങളായി പുറത്തു വരുന്നു. അല്ലാത്ത നിർദ്ദേശങ്ങൾ വരുന്ന സ്വപ്നങ്ങളെല്ലാം പൈശാചികമാണ്. വെളിച്ചദൂതൻ്റെ വേഷത്തിലും സാത്താൻ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾ മരിച്ചവരെ സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് അത് ദൈവത്തിൽ നിന്നല്ല. ഒന്നുകിൽ വെളിച്ചദൂതൻ്റെ വേഷത്തിൽ വന്ന പൈശാചി നിങ്ങളെ ചിലപ്പം വന്ന് സഹായിച്ചേക്കും. നിങ്ങളുടെ ഡീപ്പായിട്ടുള്ള ഡിസയർ പോലും നടത്തിത്തരും. പുരുഷന്മാർ സ്ത്രീകളും രണ്ടും ശരിക്കും ലൈംഗികമായിട്ടുള്ള താല്പര്യങ്ങൾ പോലും ആ രീതിയിൽ നിങ്ങളുടെ മീറ്റ് ചെയ്യപ്പെടും. അതെല്ലാം സ്വപ്നത്തിൽ കൂടി മീറ്റ് ചെയ്യപ്പെടും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് പിശാചാണ്. അത് നിങ്ങളെ ലിമിറ്റ് ചെയ്യും, നിങ്ങളുടെ ജീവിതത്തിൽ ലിമിറ്റ് ചെയ്യും. കുറേ കഴിയുമ്പോഴേ ആദ്യം അവൻ ബിരിയാണി തരും, അവസാനം പച്ചവെള്ളത്തിൽ അവസാനിപ്പിക്കും. കട്ട പുകയാകുമ്പോഴേ നിങ്ങൾ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളെന്നെ കേൾക്കുന്നവരെ, ആരെങ്കിലും ഇങ്ങനെ സ്വപ്നത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾ മരിച്ചുപോയവരും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും അല്ലെങ്കിൽ ആരെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ, കടന്നു വന്ന് നിങ്ങളെ നിർദ്ദേശിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ, അത് നിങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയുണ്ടെങ്കിലും അത് പൈശാചികമാണ്. അതിനെ പ്രാർത്ഥനയോടുകൂടി ഉപവാസത്തോടുകൂടി, അല്ലെങ്കിൽ അത് അങ്ങനെ പോയില്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസന്മാരുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിച്ച് അതിൽ ജയമെടുക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എനിക്ക് 2-3 പേര് റിക്വസ്റ്റ്, നിങ്ങളുടെ 2-3 പേര് ഇങ്ങനെ ഈ വിഷയങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാൻ കഴിഞ്ഞ 2 എപ്പിസോഡിൽ പറഞ്ഞത്. അതുകൊണ്ട് ഇത് പൈശാചികമാണ്. വെളിച്ചദൂതൻ്റെ വേഷത്തിൽ സാത്താൻ വരികയാണ്. അതുകൊണ്ട് മരിച്ചവരാരും മൗനത്തിൽ ഇറങ്ങിയവരാരും തന്നെ ഒരിക്കലും നിങ്ങളെ വിസിറ്റ് ചെയ്യാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അത് ഒരു മരീചികയാണ്, ഒരു മിഥ്യയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് മരിച്ചവരുടെ സ്വപ്നം കാണുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളെ പ്രാർത്ഥിച്ചു, ചിന്തിച്ചു. കർത്താവേ, അനേകം ആളുകളുടെ ജീവിതങ്ങളിൽ ഇന്നും ഇങ്ങനെയുള്ള പൈശാചിക അറ്റാക്കുകൾ നടക്കുന്നു. അവരുടെ ജീവിതങ്ങളെ മുമ്പോട്ടടിക്കാതെ പുറകോട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു കർത്താവേ, നീ വലിയൊരു വിടുതൽ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സ്പിരിച്വൽ ഹസ്ബൻഡ്, സ്പിരിച്വൽ വൈഫ്, അങ്ങനെയൊക്കെയുള്ള പൈശാചികമായിട്ടുള്ള ചില കർത്താവെ വലിയ കെട്ടിൽ ഇരിക്കുന്ന വ്യക്തികളെ ഇന്ന് ദൈവം റിലീസ് ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസമൊന്ന് പ്രാർത്ഥിക്കുക. ദൈവം ഇന്ന് നിങ്ങളെ റിലീസ് ചെയ്യുന്നു. ഈ സ്വപ്ന തലത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. ആ പൈശാചിക ശക്തികൾ നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും വരാതിരിപ്പാൻ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ മനസ്സിലുള്ള അവയവങ്ങൾ തളിച്ച് വിശുദ്ധിയോടുകൂടി നിങ്ങളതിനെ ജയമെടുക്കുക. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ വിശുദ്ധീകരണമാണ് നിൻ്റെ ഇഷ്ടം. അതിനാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ദിവസങ്ങളിൽ വലിയൊരു ഡെലിവറൻസ് ഈ കുടുംബങ്ങളിലെ ഈ വ്യക്തികളിലെ നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിക ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലൊക്കെ ഈ വെളിപ്പാടുകൾ വരട്ടെ. പ്രാർത്ഥിച്ച് ജയമെടുക്കുവാൻ കർത്താവ് കൃപയൊരുക്കട്ടെ. പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ. നിങ്ങൾ ഇത് തുടർമാനമായി വാച്ച് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക. നിങ്ങൾക്ക് ഏതെങ്കിലും ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ചും വിളിക്കുമ്പോൾ രാത്രി സമയങ്ങളിൽ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡേ ടൈമിലൊക്കെ എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണും.
നിങ്ങൾ തുടർമാനമായി കാണുക. നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.